ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ് ഇതുവരെയാണ് പറഞ്ഞത്. വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ, ലുഖ്മാന് നാം ഹിക്മത്തിനെ നൽകി. എന്നിട്ട് ആ ഹിക്മത്ത് അതൊന്നാണെന്ത്? അനിഷ്കുറിലില്ല, അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കുക എന്ന കാര്യം. അതാണ് ഒന്നാമത്തെ ഹിക്മത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അൻ എന്നുള്ളത് തഫ്സീരി നമ്മൾ പറഞ്ഞു, ലുഖ്മാന് ഹിക്മത്ത് നൽകി. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു അനിഷ്കുറിലില്ല. ചിലർ പറഞ്ഞത് അനിഷ്കുറിലില്ല എന്ന് പറഞ്ഞെങ്കിൽ ഹിക്മത്ത് ലുഖ്മാന് നൽകിയത് എന്തിനാണ്? അദ്ദേഹം ശുക്ർ അർപ്പിക്കുവാൻ. അപ്പം ഇതെന്തല്ല, അത് ഒന്നാമത്തെ ഹിക്മത്തല്ല. തഫ്സീർ അങ്ങനെ വ്യത്യസ്തമാണ്. എന്തായാലും വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി. എന്താ വമൻ യഷ്കുർ, വല്ലവനും ശുക്ർ അർപ്പിക്കുകയായാൽ, മൻ ഷർത്തിയാണ്, ആയാൽ, ഫ ഇന്നമാ യഷ്കുറു ലിനഫ്സിഹി. അപ്പോൾ അവൻ, ഇതിൻ്റെ ജവാബിൽ വരുന്ന ഫയാണ്. ഇന്നമ, തീർച്ചയായും, യഷ്കുറു, അവൻ ശുക്ർ അർപ്പിക്കുന്നു, ലിനഫ്സിഹി, ലിനഫ്സിഹി. അവിടെ അലി എന്നുള്ളത് വേണ്ടി എന്ന അർത്ഥത്തിലാണ്. തഅലീൽ, അത്തഅലീലു ലിൽ ഫായിദ എന്ന് പറയും. എന്ന് പറഞ്ഞെങ്കിൽ ശുക്ർ അർപ്പിക്കുന്നതിൻ്റെ ഫായിദ, അതിൻ്റെ ഗുണം, ഫലം അതായിരിക്കാണ് നഫ്സിഹി, അവൻ്റെ നഫ്സിനാണ്, അവന് തന്നെയാണ്, അവൻ്റെ നഫ്സിന് തന്നെയാണ്, അവന് തന്നെയാണ്. പിന്നെ ലിനഫ്സി എന്ന് പറഞ്ഞാൽ അവൻ്റെ നഫ്സിന് വേണ്ടി എന്നാണ്, അല്ലേ? പക്ഷേ ആ വേണ്ടി എന്നുള്ളത് ഫായിദയെ പ്രതിഫലിപ്പിക്കാനാണ്, ദ്യോതിപ്പിക്കാനാണ്. അപ്പോൾ അവൻ്റെ നഫ്സിൻ്റെ ഫായിദക്ക്, ഗുണത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി. അപ്പോൾ വമൻ യഷ്കുർ, വല്ലവനും ശുക്ർ അർപ്പിക്കുകയായാൽ, ഫഇന്നമാ യഷ്കുറു, അവൻ ശുക്ർ അർപ്പിക്കുന്നത് ലിനഫ്സിഹി, അവൻ്റെ നഫ്സിൻ്റെ ഫായിദക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി മാത്രമാണ്. ഇന്നമ, അല്ലേ? ഇന്നമ, മാത്രം, ഹസറിന് വേണ്ടിയിട്ടാണ് ഈ പ്രയോഗം, മാത്രം എന്നുള്ള അർത്ഥത്തെ ദ്യോതിപ്പിക്കാൻ. കാരണം എന്തുകൊണ്ടാ ഇവിടെ അനിഷ്കുറിലില്ല, അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കുന്നത്? അതിന് പുരസ്കരിച്ച പറയുന്നത് വമൻ യഷ്കുർ, വല്ലവരും ശുക്ർ അർപ്പിച്ചാൽ. ആർക്ക് ശുക്ർ അർപ്പിച്ചാൽ? ലില്ല, അള്ളാഹുവിന്. അള്ളാഹുവിന് ശുക്ർ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ശുക്ർ അർപ്പിച്ചാലും അള്ളാഹു ധന്യനാണ്, പ്രശംസനീയനാണ്. നമ്മൾ ശുക്ർ അർപ്പിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു ധന്യനാണ്, പ്രശംസനീയനാണ്. നമ്മൾ ശുക്ർ അർപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് അള്ളാഹിൻ്റെ മുൽക്കിൽ എന്തെങ്കിലും ഒന്ന് കൂടുകയോ, ശുക്ർ അർപ്പിച്ചില്ല എന്നതിനാൽ അള്ളാഹുവിൽ നിന്ന് വല്ലതും കുറയുകയൊന്നും ചെയ്യില്ല. അള്ളാഹു എന്നും അസ്സമദാണ്, അള്ളാഹു എന്നും അൽ ഖനിയാണ്, അള്ളാഹു എന്നും അൽ ഹമീദാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശുക്ർ അള്ളാഹ്ക്ക് വേണ്ടതില്ല, നമ്മുടെ ശുക്ർ നമുക്ക് തന്നെയാണ് വേണ്ടത്. വല്ലവരും ശുക്ർ അർപ്പിച്ചാൽ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അതിൻ്റെ ഫായിദ അവന് തന്നെയാണ്. ഫഇന്നമാ യഷ്കുറു, അവൻ ശുക്ർ അർപ്പിക്കുന്നത് ലിനഫ്സിഹി, അവൻ്റെ നഫ്സിൻ്റെ ഫായിദയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുറിച്ച് പറയുന്നത്. ഇവിടെ വമൻ യഷ്കുർ, വല്ലവരും ശുക്ർ അർപ്പിച്ചാൽ, ജനങ്ങൾക്ക് ശുക്രുണ്ടല്ലോ, ആ ശുക്ർ അള്ളാഹിനോടുള്ള ശുക്രാണ്. ലാ യഷ്കുറുല്ലാഹ മൻ ലാ യഷ്കുറുന്നാസ്, ജനങ്ങൾക്ക് ശുക്ർ അർപ്പിക്കാത്തവൻ അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കൂല എന്ന്. ശുക്രിന് അർഹരായവർക്ക് ശുക്ർ അർപ്പിക്കുക എന്നുള്ളത് അള്ളാഹ്ക്കുള്ള ശുക്രാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മൈ യഷ്കുർ എന്നാണ് പറഞ്ഞത്, മൈ യഷ്കുറിലില്ല എന്ന് പറഞ്ഞിട്ടില്ല. വല്ലവനും ശുക്ർ അർപ്പിച്ചാൽ, ശുക്ർ അർഹിക്കുന്നവർക്ക് ശുക്ർ അർപ്പിക്കുക എന്നുള്ളതുണ്ടല്ലോ, അത് ആരിലേക്കാണ് എത്തുന്നത്? അത് അള്ളാഹുവിലേക്കാണ് എത്തുന്നത്. അത് അള്ളാഹുവിനോടുള്ള ഒരു കടപ്പാടും അള്ളാഹുവിനോടുള്ള ഒരു കൃതജ്ഞതയുമാണ് യഥാർത്ഥത്തിൽ. അള്ളാഹ് പറഞ്ഞുകൊണ്ടല്ലേ ശുക്ർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയേണ്ടത്, അനിഷ്കുർലി വലിവാലിദൈ, നീ എനിക്ക് ശുക്ർ അർപ്പിക്കണം,
വലി വാലിദൈക്ക്, നിൻ്റെ മാതാപിതാക്കൾക്കും. അപ്പം മാതാപിതാക്കൾക്ക് നമ്മൾ ശുക്ർ അർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്മൾ ആരോട് ബാധ്യത നിർവഹിക്കാൻ? ആ ശുക്രൻ്റെ മുൻതഹ, അതിൻ്റെ പിന്നെ ഒടുക്കം അത് അള്ളാഹുവിലേക്കാണ്. എത്തുന്നത്. കാരണം അള്ളാഹ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ശുക്ർ അർപ്പിക്കുന്നത്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശുക്ർ അർഹിക്കുന്നവർക്ക് ശുക്ർ അർപ്പിക്കാൻ നമ്മളോട് പറഞ്ഞു. അത് അള്ളാഹുവിനോടുള്ള ബാധ്യതാ നിർവഹണമാണ് എന്നുള്ളതാണ്. ഏതായാലും വല്ലവരും ശുക്ർ അർപ്പിക്കുന്നുവെങ്കിൽ ആ ശുക്രിൻ്റെ ഫായിദ അവനാകുന്നു എന്നുള്ളതാണ് ഇവിടെ അറിയിക്കുന്നത്. ലി നഫ്സിഹി, അവൻ്റെ നഫ്സിന് എന്ന് പറയാം. അവൻ്റെ നഫ്സിനാണ്. നഫ്സ് എന്താ? നഫ്സ് പല അർത്ഥത്തിന് പറയൂലേ? നഫ്സ് ശരീരത്തിന് പറയും, ആത്മാവിന് പറയും, ബോഡിക്ക് പറയും, നമ്മുടെ നഫ്സ്. റൂഹിന് പറയും, ശരീരത്തിന് പറയും നഫ്സ്. ഒരു വ്യക്തി അയാൾ തന്നെ എന്ന് തൗക്കീദിന് വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി നഫ്സ് പറയും, പല അർത്ഥത്തിന് പറയും. വിവിധ അർത്ഥങ്ങൾ തരുന്ന പദമാണ്. അപ്പം സ്വന്തത്തിന് തന്നെ എന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും വമൻ കഫറ, വല്ലവരും വല്ലവരും കഫറ, അവിശ്വസിക്കുകയാ അല്ലെങ്കിൽ നിഷേധിക്കുകയായാൽ. ഇവിടെ ശുക്രിൻ്റെ നേരെ വിപരീതം നോണാണ് കുഫറിനെ കൊണ്ടുവന്നത്. ശുക്ർ കുഫർ. അപ്പോൾ ശുക്ർ നന്ദി കാണിക്കലാണ് എങ്കിൽ കുഫർ നന്ദികേട് കാണിക്കൽ. വല്ലവരും കഫറ, അവിശ്വസിച്ചു അല്ലെങ്കിൽ നന്ദികേട് കാണിച്ചു, അങ്ങനെ ആയാൽ ഫ ഇന്നല്ലാഹ ഗനിയുൻ ഹമീദ്. ഇവിടെ ഫ ഉണ്ടോ? ഈ ഫ ഇതിൻ്റെ ജവാബിലുള്ള ഫാണ്. മൻ എന്നുള്ളതിന് ജവാബിലുള്ള ഫൗൽ ഫസീഹ എന്ന് പറയും. വമൻ കഫറ, വല്ലവരും നന്ദികേട് കാണിക്കുകയാൽ, അവിശ്വസിക്കുകയാൽ ഫ എന്ന് പറഞ്ഞെന്താ? അതുകൊണ്ട് അള്ളാഹുവിന് ഒരു പോറലും ഏൽക്കൂല, ഒരു കുറവും വരൂല. അതാണ് ഫ. എന്തുകൊണ്ട്? ഇന്നല്ലാഹ ഗനിയുൻ ഹമീദുൻ. ഇന്ന എന്നാൽ തീർച്ചയായും അർത്ഥാണ്, കാരണം എന്നും അർത്ഥാണ്. ഫ ഇന്ന, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയുൻ ഹമീദുൻ. അള്ളാഹു ഗനിയാണ്, അള്ളാഹു ഹമീദാണ്. എന്താ ഗനി, എന്താ ഹമീദ്? ഗനി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയാണ്, ധന്യനാണ്. ഹമീദ് എന്ന് പറഞ്ഞാൽ മഹ്മൂദ്, സ്തുതിക്കപ്പെടുന്നവൻ, വാഴ്ത്തപ്പെടുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്മൂദാണ്, സ്തുതിക്കപ്പെടുന്നവനാണ്. ഇവിടെ ഈ ഹമീദ് എന്നുള്ളത് ഹംദിൽ നിന്നാണ്. ഹംദ് എന്താ? ഹംദ് പറയ്. ശുക്ർ അല്ലേ? ഹംദ് നമുക്ക് പലപ്പോഴും വന്നല്ലോ അതൊക്കെ. സനാ, ഹംദ് സനാ ആണ്. സന എന്ന് പറഞ്ഞാൽ പ്രശംസിക്കൽ. ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കൽ. പ്രശംസിക്കലും നന്ദി പ്രകാശിപ്പിക്കലുമാണ് ഹംദ്. നന്ദി പ്രകാശിപ്പിക്കൽ മാത്രമല്ല, നമ്മൾ ഒരു വ്യക്തിയെ അയാളുടെ സൗന്ദര്യത്തിൽ അയാളെ ഹംദ് ചെയ്യും, അയാളുടെ ഔദാര്യത്തിലും അയാളെ ഹംദ് ചെയ്യും. ഒരാൾ ഔദാര്യവാനാണെങ്കിൽ നമ്മൾ അയാൾ ഔദാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശുക്രൻ എന്ന് പറയും അല്ലേ? എന്നാൽ ഒരാൾ സുന്ദരനാണെങ്കിൽ അയാളോട് ശുക്രൻ പറയോ? നിങ്ങൾ ഭയങ്കര സുന്ദരനാണ്, ശുക്രൻ എന്ന് പറയല്ല. പക്ഷേ ഒരാൾ ഔദാര്യവാനാണെങ്കിൽ അയാളോട് ഹംദ് പറയും. അയാൾ സൗന്ദര്യവാനാണെങ്കിലും അയാളുടെ വിഷയത്തിൽ ഹംദ് പറയും. ഹംദ് ശുക്രിനേക്കാൾ വിപുലമാണ് അർത്ഥത്തിൽ. ആ ശുക്രിനേക്കാൾ വിപുലമായ അർത്ഥത്താണ് സന. ഒരാളെ അയാളുടെ ഔദാര്യത്തിൽ, അയാളുടെ സൗന്ദര്യത്തിലൊക്കെ അയാളെ എന്ത് ചെയ്യാം? നമുക്ക് പ്രശംസിക്കാം, വാഴ്ത്താം, ഹംദ് നിർവഹിക്കാം. എന്നാൽ അവിടെ ശുക്ർ നിർവഹിക്കില്ല. ശുക്രും ഹംദും കൂടിയതാണ് സന. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു ശുക്ർ, അള്ളാഹുവിനാകുന്നു സന. അൽഹംദുലില്ലാ നമ്മൾ പറയുമ്പോൾ അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. ഖനീനെ തുടർന്നാണ് ഹമീദ് വന്നത്. ഖനി എന്ന് പറഞ്ഞാൽ ധനികൻ, ഹമീദ് എന്ന് പറഞ്ഞാൽ വാഴ്ത്തപ്പെടുന്നവൻ, അതേപോലെ തന്നെ ശുക്ർ അർപ്പിക്കപ്പെടുന്നവൻ. പടപ്പുകൾ അളവിൽ എല്ലാ ഖനിയും ഹമീദാവില്ല. എല്ലാ ധനികനും ശുക്ർ അർപ്പിക്കപ്പെടുന്നവനാവില്ല.
ചില ഖനീനൊക്കെ പടപ്പുകളുടെ അളവിൽ ലോകം ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ ഖനിയും സനാഇന് വാഴ്ത്തുക, പുകഴ്ത്തുക, സ്തുതിക്കുക അതിന് അർഹനല്ല പലപ്പോഴും പടപ്പുകളുടെ അളവിൽ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖനി എന്നതോടൊപ്പം അവന് ഹമീദുമാണ്. സ്തുത്യർഹമായതേ അവനിൽ നിന്ന് ഉണ്ടാകൂ. അവനിൽ നിന്നുണ്ടാകുന്നതിൽ അവൻ ശുക്ർ അർപ്പിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യും. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹിനെ കുറിച്ച് ഹക്കീമിൻ ഹമീദിൻ എന്ന് പറഞ്ഞല്ലേ, തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, ഹക്കീമുൻ ഹമീദും ആയവനിൽ നിന്ന് അവതീർണമായ ഖുർആൻ എന്ന് പറഞ്ഞത്. അവിടെ ഹക്കീം ഹമീദാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യുക്തിജ്ഞനാണ്. യുക്തിജ്ഞനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹമീദാണ്. എല്ലാവരുടെയും ശുക്രിനും സനാഇനും യോഗ്യനും അർഹനുമാണ്. എല്ലാ യുക്തിജ്ഞാനികളും പടപ്പുകളെ അപേക്ഷിച്ച് നോക്കി, നിങ്ങൾ പടപ്പുകളെ അപേക്ഷിച്ചിട്ട് നമ്മൾ പറയും അയാൾ ഭയങ്കര ദൈക്ഷണികനാണ്, അയാൾ ഭയങ്കര രാഷ്ട്രീയ മീമാംസകനാണ്, അയാൾ നല്ല വിവരമുള്ള ആളാണ്, അയാൾ നന്നായി വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ്, അയാൾ ചർച്ചകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറയും. പിന്നെയാണ് മൂപ്പരെ കുറിച്ച് ഇപ്പം നമ്മളെ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടില്ലേ, ഓരോരുത്തർ നാറി, എരപ്പായി, അരിക്കായി, അതേതാണ് പലപ്പോഴും അവരുടെ അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും സ്തുത്യർഹനാണ് എന്നുള്ളതാണ്. അതേപോലെ അൽ വലിയുൽ ഹമീദ്, അൽ വലിയുൽ ഹമീദ്, അൽ ഹമീദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ വലിയു അൽ ഹമീദ് എന്ന് പറഞ്ഞു അള്ളാഹിനെ കുറിച്ച്. അള്ളാഹു അൽ വലി രക്ഷാധികാരിയാണ്. പക്ഷേ രക്ഷാധികാരി എന്ന നിലക്ക് അള്ളാഹുവിൽ നിന്ന് എന്തില്ല, ഒരു വീഴ്ചകളും കുറവുകളും പരിമിതികളും ഇല്ല. അള്ളാഹു ശുക്രും ഖനാവും അർഹിക്കുന്ന വിധം അതിൽ സമ്പൂർണ്ണനാണ് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു അൽ അസീസ് അൽ ഹമീദ്. അൽ അസീസ് എല്ലാവരെയും ജയിച്ചു നിൽക്കുന്നവൻ, എല്ലാവർക്കും മീതെ എല്ലാവരെയും ജയിച്ചു നിൽക്കുന്നവനാണ് അൽ അസീസ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഹമീദ്. അപ്പോൾ അൽ വലിയുൽ ഹമീദ്, അൽ ഖനിയുൽ ഹമീദ്, അൽ അസീസുൽ ഹമീദ്, ഹക്കീമിൻ ഹമീദിൻ എന്നൊക്കെ പറഞ്ഞല്ലേ അള്ളാഹിനെ കുറിച്ച്. ഇതേപോലെ ഖനി, ഇവിടെ ഖനിയുൻ ഹമീദ് എന്ന് പറഞ്ഞ് വേറെ ചിലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖനിയുൻ ഹലീം അല്ലേ, ഹലീം. പിന്നെ ചിലടത്ത് ഖനിയുൻ കരീം, അതേപോലെ ഖനിയുൻ ഖനിയുൻ ഹമീദ്, ഇവിടെ ഖനിയുൻ ഹമീദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല ധനികനാണ്. എല്ലാ നിലക്കും ധന്യത പൂർണ്ണമായവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലീം, അവധാനതയുള്ളവൻ, ഹെൽമുള്ളവൻ ഉള്ളവനാണ്. ചില ധനികർ സമ്പത്ത് കൊട്ടയോ മൂപ്പരെ മൂടിയിടാൻ മാത്രം ഉണ്ടാവും, പക്ഷേ അവിവേകിയായിരിക്കും, ഹെൽമില്ല, വിവേകമല്ല, അതേപോലെ തന്നെ അവധാനതയില്ല. പക്ഷെ അത് ചിലവഴിക്കുന്നതിൽ വരെ എവിടെ വാരി ഇടണം, എവിടെ വാരി വിതരണം, എങ്ങനെ വാരി വിതരണം എന്നുള്ളത് ധാരണ ഇല്ലാത്ത, ഐഡിയ ഇല്ലാത്ത ധനികർ മനുഷ്യർ. അതേപോലെ തന്നെ ഖനി കരീം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖനിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ കരീം, അത്യുദാരനും ഔദാര്യവാനാണ്. പടപ്പുകളെ അളവിൽ ചിലർ ഖനിയാണ്, പക്ഷേ മൂർന്നോടത്ത് ഉപ്പ് വെക്കൂലാറില്ലേ. ഒരു മുറിവായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്മേൽ ഇപ്പോൾ ഉപ്പ് വരെ തേച്ച് കൊടുക്കൂല, അത്ര പിശുക്കനും ലുബ്ധനുമായിരിക്കും. അതാണ് പടപ്പുകളുടെ അവസ്ഥയിൽ പലപ്പോഴും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ട് ഇങ്ങനെ പേരുകൾ ചേർത്ത് വായിക്കുമ്പോൾ അള്ളാഹു ഖനിയാണ്, ധനികൻ, അള്ളാഹു ഹമീദാണ്, ഹംദ് അർഹിക്കുന്നവനും ഹംദ് നൽകപ്പെടുന്നവനും. ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ ഒരു പുതിയ ആശയം. അതാണ് മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു താരതമ്യം നടത്തിയത്. അലാ കുല്ലി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖനിയാണ്, ഒപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹമീദാണ്. ഹമീദ് എന്ന് പറഞ്ഞാൽ മഹ്മൂദ്, വാഴ്ത്തപ്പെടുന്നവൻ, സ്തുതിക്കപ്പെടുന്നവൻ, ശുക്രും സനാവും അർഹിക്കുന്ന, അത് നിർവഹിക്കപ്പെടുന്നവൻ എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഖനിയും ഹമീദ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖനിയായത് കാരണത്താൽ വമൻ കഫർ, വല്ലവരും നന്ദികേട് കാണിച്ചാൽ അത് അള്ളാഹ്ക്ക് ഒരു പോറലേൽക്കില്ല, അള്ളാഹ്ക്ക് അതിലൊരു ഭംഗവും വരില്ല. കാരണം അള്ളാഹു ഖനിയാകുന്നു, ഹമീദാകുന്നു. ഇതാണ് അവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ
ശുക്രിൻ്റെ ഫായിദ നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹ്ക്ക് ശുക്രുള്ളവരാകണം എന്നുള്ള ബോധന. നമ്മൾ ശുക്ർ അർപ്പിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹ്ക്ക് നമ്മളെന്തെങ്കിലും വരുത്തുകയാണ് എന്നൊന്നും ആർക്കും ഒരു ധാരണയും വേണ്ട. അള്ളാഹു ധന്യനാണ്. അതുകൊണ്ടാണ് ലഇൻ ശക്കർത്തും ല അസീദന്നക്കും. ലഇൻ ശക്കർത്തും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ല അസീദന്നക്കും, എന്താ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ച് തരും. കണ്ടോ, നന്ദി കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരും. കാരണം അതാ അതിൻ്റെ ഫായിദ, ശുക്രിൻ്റെ ഫായിദ നിങ്ങൾക്ക് തന്നെയാണ്. ഒമേ യഷ്കുർ ഫൈനമ യഷ്കുറു ലി നഫ്സിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കനിയും അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ. തൈഫ് ലുക്മാൻ എന്നവരുടെ അടുത്ത ഹിക്മത്ത് അത് വഇദ് ഖാല ലുക്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നാണ്. ലുക്മാൻ എന്നവരുടെ ആദ്യത്തെ ഹിക്മത്ത് അനിഷ്കുർ ലില്ല വമൻ യഷ്കുർ, അങ്ങനെയാണ് അവതരിപ്പിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ഇതിൻ്റെ ശൈലി മാറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദ് ഖാല ലുക്മാനു, ലുക്മാൻ പറഞ്ഞ സന്ദർഭം ഓർക്കണം. ഇത് എന്നുള്ളത് ആ പറഞ്ഞ സംഗതിയെ ഓർക്കണം. ഉസ്കുർ ഇത് കാല അല്ലെങ്കിൽ ഹീന കാല വക്ത കാല, പറഞ്ഞ സമയത്ത് അത് ഓർക്കാൻ പറയാണ്. ലുക്മാൻ പറഞ്ഞു ലിബ്നിഹി, ലുക്മാൻ്റെ ഇബ്നോട് മകനോട് പറഞ്ഞു. മാഥാൻ ലുക്മാൻ്റെ മകൻ്റെ പേര് തബരി തഫ്സീറിൽ മാത്താൻ അല്ലെങ്കിൽ മാത്താൻ എന്തായാലും ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട് പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞത്? വഹുവ യഇദുഹു, വഹുവ യഇദുഹു. എന്താ യഇദു? വഅള എന്നാണ്. വഅള യഇദു, ഉപദേശിച്ചു. വഅള പറഞ്ഞു. ഇതാണ് വഅള. അതിനെ നമ്മൾ വഅള പരമ്പര എന്നൊക്കെ പറയില്ലേ, അത് വയല് പരമ്പരയായി മാറി. വഅള യഇദു, മൗഇളത്ത് ഉപദേശം. വഅള യഇദു വഹുവ, അദ്ദേഹം യഇദുഹു, തൻ്റെ മകനെ യഇദു ഉപദേശിക്കുന്നു. വാവുൽ ഹാൽ, ഇതിന് വാവുൽ ഹാൽ എന്നാ പറയാം. വഹുവ യഇദുഹു, ലുക്മാൻ തൻ്റെ മകനെ ഉപദേശിക്കുന്ന സന്ദർഭം അല്ലെങ്കിൽ ഉപദേശിച്ചു പറഞ്ഞു എന്നാണ്. ഈ വാളുണ്ടല്ലോ, ചിലർ പറയും അത് അൽ വഅദു അല്ലെങ്കിൽ മവാഇദു മതാരിഖു ലിൽ ഖുലൂബ് എന്നാണ്. ഹൃദയങ്ങളിൽ മേടുന്ന പിന്നെ എന്താ പറയുക, മത്രക്ക ചുറ്റിക്കാൻ എന്നാണ് ഹൃദയങ്ങളെ. അത് ഇതൊരു അസ്സജറു മാ തഖ്വീഫ് അല്ലെങ്കിൽ ബി തഖ്വീഫ്, അല്പം പേടിപ്പെടുത്തിക്കൊണ്ടുള്ളതായ വിലക്കലും വിരട്ടലൊക്കെയാണ് ഈ വാൾ. ആളുകളെ പേടിപ്പെടുത്തുകയും എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യുക, അവരുള്ള തിന്മകളിൽ നിന്ന് തിരുത്തുക, വിലക്കുക എന്നുള്ളതാണ്. അതാണ് വാളിൻ്റെ ഉദ്ദേശം. വഅളന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ, റസൂലുള്ളാഹി ഞങ്ങളോടൊരു വഅള് നടത്തി എന്നാണ്. വഅള് നടത്തി. മൗഇളതൻ, അത് വല്ലാത്തൊരു മൗഇളത്താണ്, ഉപദേശമാണ്. എന്നിട്ട് എന്താ ഉണ്ടായത്? റസൂലുള്ളാഹി വഅള് പറഞ്ഞപ്പോൾ വഅളന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ ഫവജിലത് മിൻഹൽ ഖുലൂബ്. ഹൃദയങ്ങൾ വജില എന്നാണ്, പേടിച്ചരണ്ടു. ആരെ ഹൃദയം? വയല് പറയണവൻ്റെ ഹൃദയമല്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅദ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞതിൻ്റെ തന്നെ നമ്മളെ ഉദ്ദേശിച്ച് പറഞ്ഞ കേട്ടോ. പലപ്പോഴും നമ്മളൊക്കെ എങ്ങനെയാണ് പറയുമ്പോൾ പറയുന്നവരിൽ അത് സ്വാധീനിക്കണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ് പറഞ്ഞപ്പോൾ വജിലത് മിൻഹൽ ഖുലൂബ്, അത് കേട്ടിട്ട് ഹൃദയങ്ങൾ പേടിച്ചു. വജിലത് ഖുലൂബുഹും വദറഫത് മിൻഹൽ ഉയൂൻ. എന്താ ദറഫത് മിൻഹൽ ഉയൂൻ? കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. ഫഖുൽന യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇളതു മുവദ്ദിഇൻ ഫഔസിന. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഈ വഅദ് കേട്ടിട്ട് സദസ്യർ പറഞ്ഞു, തിരുദൂതരെ, ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെയാണല്ലോ, വിടവാങ്ങൽ വഅദ് പോലെയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഒരു
ഈ ദുനിയാവിൽ നിന്ന് മരണത്തേരിലേറി മരണയാത്രയാകുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു അന്ത്യോപദേശം പോലെ, അന്ത്യവാഴ് പോലെയാണല്ലോ. അതുകൊണ്ട് ഫൗസിന, ഞങ്ങൾക്ക് വസീയത്ത് തരണം എന്ന് സഹാബികൾ പറഞ്ഞു. അപ്പോൾ വാളിൻ്റെ ഉദ്ദേശം, വാളുകൾ അത് എവിടെ സ്വാധീനിക്കുക? കൽബുകളിൽ സ്വാധീനിക്കും. പിന്നെ അത് കണ്ണിനെ കരയിപ്പിക്കും. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ഏതായാലും ലുഖ്മാൻ തൻ്റെ മകനോട്, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട് ഉപദേശിച്ചു കൊണ്ടിരിക്കേ പറഞ്ഞു എന്നാണ്. ചരിത്രത്തിൽ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട് മകൻ, ഈ ഉപദേശിക്കുന്ന മകൻ, അയാൾ മുസ്ലിം ആയിരുന്നില്ല എന്നാണ്, മുശ്രിക്കായിരുന്നു. ലുഖ്മാൻ എന്നവരുടെ ഭാര്യ അടക്കം അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നു ചരിത്രത്തിൽ. എന്തായാലും അപ്പം എപ്പോഴും ഉപദേശിക്കുന്നതാണ്, മകനെ എപ്പോഴും ഉപദേശിക്കും. ലാ തുശ്രിക് ബില്ലാഹ് ഉപദേശിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. വഹുവ യഈദുഹു, അദ്ദേഹത്തെ ഉപദേശിച്ചു കൊണ്ടിരിക്കേ തൻ്റെ മകനോട് പറഞ്ഞു. അപ്പോൾ പിന്നെ വാപ്പ എപ്പോഴും പറയുന്നുണ്ട് മകനോട്, വാപ്പ എപ്പോഴും വാഴ്ന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വാഴ്ന്ന് നടത്തിക്കൊണ്ടിരിക്കേ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. എന്താ പറഞ്ഞത്? തൻ്റെ മകനെ ഉപദേശിച്ചു കൊണ്ടിരിക്കെ ലുഖ്മാൻ എന്നവർ തൻ്റെ മകനോട് പറഞ്ഞു, യാ ബുനൈ ലാ തുശ്രിക് ബില്ലാഹ്, യാ ബുനൈ ലാ തുശ്രിക് ബില്ലാഹ്. എന്താ യാ ബുനൈ? പറയ്, എന്തത്? ബുനൈ എന്നല്ലേ? ഇബ്നുൻ, ഇബ്നുൻ എന്ന് പറഞ്ഞാൽ എന്താ? പറയ്, ഇബ്നുൻ മകൻ അല്ലേ? ഇബ്നുൻ എന്ന് പറഞ്ഞാൽ മകൻ, ചെറിയ മകന് ഇങ്ങനെ പറയാം, ബുനൈവുൻ എന്ന്. ബുനൈവുൻ, ഇബ്നുൻ എന്ന് പറഞ്ഞാൽ മകൻ, ബുനൈവുൻ എന്ന് പറഞ്ഞാൽ കൊച്ചുമകൻ, ചെറിയ മകൻ, കൊച്ചുമകൻ. വാപ്പാർക്കും ഉമ്മാർക്കും മക്കൾ ഇത്ര വലുതായിട്ടുണ്ടെങ്കിലൊക്കെ കുട്ടിയെ എന്നാണ് വിളിച്ചത് അല്ലേ? വലിയ മകനേക്കാൾ എന്നാലും പറയും ചെറിയവനെ എന്നറിയും. എന്തായാലും അതൊരു ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ വിളിയാണ്. വാപ്പ അതുകൊണ്ട് തന്നെ ബുനൈവുൻ എന്നാണ്. അതിലേക്ക് എൻ്റെ മകൻ ഉണ്ടല്ലോ, യാ ബുനൈ എന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ യാ ഉൽ മുത്തക്കല്ലിം ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്, യാ ഉൽ മുത്തക്കല്ലിം. അപ്പോൾ ബുനൈവൂൻ, അതിന് ശേഷം യാ വന്ന്, ഈ വാവിനെ പിന്നെ യാ ആക്കി മാറ്റി ഇനി ഒലാൽ എന്ന് പറയും വ്യാകരണത്തിൽ. അപ്പോൾ ബുനൈയുൻ എന്നായി അല്ലേ? ഇനി അപ്പോൾ 3 യാ ഉണ്ട് അല്ലേ? വാവ് യാ ആയി മാറിയപ്പോൾ ഇവിടെ ഒരു യാ, പിന്നെ ഒരു യാ, പിന്നെ ഒരു യാ അല്ലേ? എപ്പോഴും ഈ യാ ഉൽ മുത്തക്കല്ലിമിനെ കളയും, അങ്ങനെ കളയുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പം യാ അബത്തി എന്നാണ് അല്ലേ? യാ അബത്തി, യാ അബത്തി എന്നാണ് എൻ്റെ വാപ്പ, യാ കളയും, യാ അബത്തി. ഇപ്പം യാ അഹി എന്ന് പറയും, യാ അഹീ എന്നാണ്, യാ കളയും. വിശുദ്ധ ഖുർആനിലും പലയിടത്തുണ്ട്, സാഹിത്യത്തിൽ അങ്ങനെയാണ്. ഈ യാ പലപ്പോഴും കളയപ്പെടും, പക്ഷേ എൻ്റെ എന്നുള്ളത് അവിടെ ഉദ്ദേശമാണ്. അപ്പോൾ ഇവിടെ വാവ് കളഞ്ഞിട്ട് ഇതിനെ യാ ആക്കി, ഈ യാ കളഞ്ഞും ചെയ്ത്, അതുകൊണ്ടാണ് യാ ബുനയ്യ, യാ ബുനയ്യ. ബുനൈവുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൊച്ചുകുട്ടി എന്നാണ്. ഇവിടെ യാ ബുനയ്യ, എൻ്റെ കൊച്ചുമകനെ എന്നാണ്, എൻ്റെ കൊച്ചുമകനെ. അതെങ്ങനെ എൻ്റെ കൊച്ചുമകനെ എന്ന് വന്നത് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പം നോക്കി, വാപ്പ വിളിക്കുകയാണ്, യാ ബുനൈ, എൻ്റെ കൊച്ചുമോനെ, കുഞ്ഞുമോനെ. ലാ തുശ്രിക് ബില്ലാഹ്, എന്താ? ലാ തുശ്രിക്, നീ പങ്കു ചേർക്കരുത്. ആര്? ബില്ലാഹ്, അള്ളാഹുവിൽ നീ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഇന്ന ശിർക, കാരണം ഷിർക്ക് ലദുൽമുൻ അദീമുൻ, അദീമായ ദുൽമാകുന്നു എന്നാണ്. അവിടെ എന്ത് ഷിർക്ക്? ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തസ്ബീഹുൻ ലിൽ മഖ്ലൂഖ് ബിൽ ഖാലിഖ് ഫി ഖസായിസിൽ ഇലാഹിയ എന്നാണ് അതിനൊരു തഫ്സീർ. അത് ഞാൻ വേറെ ഉണ്ട് അതല്ലാത്ത, പക്ഷെ പിന്നെ അതിൻ്റെ ഒരു നിർവചനം നമ്മൾ മനസ്സിലാക്കാം. തസ്ബീഹുൻ ലിൽ മഖ്ലൂഖ് ബിൽ ഖാലിഖി അസ്സ വജൽ ഫി ഖസായിസിൽ ഇലാഹിയ. ഓക്കെ, ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തസ്ബീഹുൻ, എന്താ തസ്ബീഹ്? എന്താ? സാദൃശ്യപ്പെടുത്തൽ. ആരെ? ലിൽ മഖ്ലൂഖ്, മഖ്ലൂഖ് ആരെ? സൃഷ്ടിയെ തസ്ബീഹ് ചെയ്യൽ. ആരോട്? ബിൽ ഖാലിഖി, സൃഷ്ടാവിനോട്
സൃഷ്ടിയെ തശ്ബീഹ് ചെയ്യൽ. ഏത് വിഷയത്തിൽ? ഫി ഖസായിസിൽ ഇലാഹിയ, ആരാധനയുടെ പ്രത്യേകതകളിൽ, സവിശേഷതകളിൽ. ആ ഫിൽ ഖസായിസ് അൽ ഇലാഹിയ, ആരാധനയുടെ സവിശേഷതകളിൽ, പ്രത്യേകതകളിൽ ഖാലിഖായ അള്ളാഹുവിനോട് സൃഷ്ടികളെ സാദൃശ്യപ്പെടുത്തലാണ്, തുല്യപ്പെടുത്തലാണ് ഷിർക്ക്. ചില പണ്ഡിതന്മാർ ഈ നിർവചനമാണ് എടുത്തിട്ടുള്ളത്. മറ്റു ചിലർ പറഞ്ഞത് അൻ യജ്അല ലില്ലാഹി നിദ്ദൻ, എന്താ അൻ യജ്അല ലില്ലാഹി നിദ്ദൻ, അള്ളാഹുവിന് തുല്യനെ നിശ്ചയിക്കലാണ്, അള്ളാഹുവിന് സമന്മാരെ, തുല്യനെ നിശ്ചയിക്കലാണ്. നിദ്ദൻ, അള്ളാഹുവിന് തുല്യനെ നിശ്ചയിക്കുക. എന്നിട്ട് യദൂഹു, ആ തുല്യനോട് ദുആ ചെയ്യുന്നു. കമാ യദുല്ലാഹ്, അള്ളാഹിനോട് ദുആ ചെയ്യുന്നത് പോലെ. കമാ യദുല്ലാഹ്. യർജൂഹു, ആ തുല്യനിൽ പ്രതീക്ഷ വെക്കുന്നു. കമാ യർജുല്ലാഹ്, അള്ളാഹുവിൽ പ്രതീക്ഷ പുലർത്തുന്നത് പോലെ. യഖാഫുഹു, അവനെ പേടിക്കുന്നു, തുല്യനെ പേടിക്കുന്നു. കമാ യഖാഫുല്ലാഹ്, അള്ളാഹുവിനെ ഭയക്കുന്നത് പോലെ. യുഹിബ്ബുഹു, അവനെ ഇഷ്ടപ്പെടുന്നു. കമാ യുഹിബ്ബുല്ലാഹ്. ഇവിടൊക്കെ ഔ ഔ ഔ ഔ യസ്രിഫു ഇലൈഹി നൗഅ മിൻ അൻവാഇൽ ഇബാദ, നൗഅ മിൻ അൻവാഇൽ ഇബാദ, ഇബാദത്തിൻ്റെ വകുപ്പുകളിൽ വല്ലതും അവനിലേക്ക് തിരിക്കുന്നു. ഇവിടെ തഫ്സീർ സഅദിയിൽ വന്ന നിർവചനം, ഷിർക്ക് എന്ന് പറഞ്ഞാൽ അൻ യജ്അല ലില്ലാഹ്, ഒരു വ്യക്തി അള്ളാഹുവിന് നിശ്ചയിക്കലാണ് നിദ്ദൻ. നിദ്ദൻ എന്ന് പറഞ്ഞാൽ സമന്മാരെ, തുല്യനെ. എന്നിട്ട് യദുഊഹു, ആ നിദ്ദിനോട് ദുആ ചെയ്യുന്നു. കമാ യദുഉ, അള്ളാഹിനോട് തേടുന്നത് പോലെ. ഔ, അല്ലെങ്കിൽ യർജൂഹു, ഈ നിദ്ദിനെ പ്രതീക്ഷിക്കുന്നു. കമാ യർജുല്ല, അള്ളാഹുവെ പ്രതീക്ഷിക്കുന്നത് പോലെ. ഔ യഖാഫുഹു, അല്ലെങ്കിൽ അവനെ ഭയക്കുന്നു, നിദ്ദിനെ ഭയക്കുന്നു. കമാ യഖാഫുല്ല, അള്ളാഹിനെ പേടിക്കുന്നത് പോലെ. ഔ യുഹിബ്ബുഹു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. കമാ യുഹിബ്ബുല്ലാ, അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നത് പോലെ. ഔ യസ്രിഫു ഇലൈഹി, അല്ലെങ്കിൽ ഈ നിദ്ദിലേക്ക് തിരിക്കുന്നു. നൗഅ മിൻ അൻവാഇൽ ഇബാദത്തി, ഇബാദത്തിൻ്റെ ഇനങ്ങളിൽ വല്ലതും. ദുആ, റജാ, ഖൗഫ്, യുഹിബ്ബ്, ഇതൊക്കെ ഇബാദത്തിൻ്റെ ഇനങ്ങളാണ്. ഇതേപോലെ ഇബാദത്തിൻ്റെ ഇനങ്ങൾ, അത് റുക്കൂആകട്ടെ, സുജൂദാകട്ടെ, ഇസ്തിഗാസയാകട്ടെ, ഇസ്തിആദത്ത് ആകട്ടെ, തവക്കുലാകട്ടെ, എന്താകട്ടെ, അത് അള്ളാഹു ഈ നിദ്ദിലേക്ക് തിരിക്കുക, അതാണ് ഷിർക്ക്. ഇതല്ലാതെ വേറെ നിർവചനങ്ങൾ ഷിർക്കിന് പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനുള്ള പ്രത്യേകതകൾ, അതിൽ അള്ളാഹുവിനോട് പടപ്പുകളെ തശ്ബീഹ് ചെയ്യുമ്പോൾ അത് ഷിർക്കാണ് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അള്ളാഹുവിന് പ്രത്യേകമായതെന്തോ അത് പടപ്പുകൾക്ക് വകവെക്കുക. എവിടുന്ന് വിളിച്ചാലും കേൾക്കൽ, ആര് വിളിച്ചാലും കേൾക്കൽ, എപ്പോൾ വിളിച്ചാലും കേൾക്കൽ, എത്ര ആളുകൾ വിളിച്ചാലും കേൾക്കൽ, എത്ര ഭാഷകളിൽ വിളിച്ചാലും കേൾക്കൽ, അതെത്ര ശബ്ദമയമായി വിളിച്ചാലും കേൾക്കൽ. ഇതൊക്കെ ആരുടെ പ്രത്യേകത? അതൊക്കെ അൽ ഖസായിസുൽ ഇലാഹിയാണ്. പക്ഷേ ചിലർ ഇതേ വികാരത്തിലാണ് മരണപ്പെട്ടു പോയവരൊക്കെ വിളിക്കുന്നത്, ചിലരെ വിളിക്കുന്നത്, മരണപ്പെട്ടവരെ വിളിക്കുന്നത്. എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും വിളിക്കുന്നവൻ വായി കൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യും, കേട്ടുത്തരം ചെയ്യും എന്ന് വിശ്വസിക്കുകയാണ്. അതൊക്കെ അൽ ഖസായിസുൽ ഇലാഹിയയിൽ ഖാലിഖിനെ മഖ്ലൂക്കിനോട് തശ്ബീഹ് ചെയ്യലാണ്. അതുകൊണ്ട് അത് ഷിർക്കാണ്. ഇവിടൊക്കെ ഈ പിന്നെ കമാ യദുഉല്ല, കമാ യർജുല്ല, കമാ യഖാഫുല്ല, കമാ യുഹിബ്ബുല്ല അല്ലേ? അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നത് പോലെ, അള്ളാഹിനെ ഭയക്കുന്നത് പോലെ, അള്ളാഹിനെ പ്രതീക്ഷിക്കുന്നത് പോലെ, അള്ളാഹിനോട് തേടുന്നത് പോലെ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള തേട്ടങ്ങൾ ചിലരിൽ വരുന്നുണ്ട്, ചിലരുടെ വിഷയത്തിലുണ്ട്. പ്രതീക്ഷ വെക്കൽ വരുന്നുണ്ട്, പേടിക്കൽ വരുന്നുണ്ട്. ചിലർ അള്ളാഹിനോടുള്ള പേടിയേക്കാൾ വലിയ പേടി വെക്കുന്നവരുണ്ട്. അതുകൊണ്ട് വല്ലാഹി എന്ന സത്യം ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ചിലർ സത്യം ചെയ്യും. പക്ഷേ
ഒരു കബറിനെ കൊണ്ടുപോയിട്ട് കബറലിനെ കുറിച്ച് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആടിനെ വള്ളത്തിൽ കൊലിക്കും പോലെ ആയിരിക്കും, പേടിയായിരിക്കും, കൂടുതൽ പേടി. അത്ര ചിലരുടെ ശിർക്ക് കഠിനമായി. ചിലർ ഇപ്പം ഈ അടുത്തൊരു പ്രസംഗം കേട്ട് ഈ കാമുകിയോടുള്ള സ്നേഹം ഉണ്ടല്ലോ, കനകം മൂലം കാമിനി മൂലം, കാമിനിയോടുള്ള സ്നേഹം അത് തീവ്രമായ സ്നേഹമാണ്, അതുകൊണ്ട് അത് ശിർക്കാണെന്ന് പറയുന്നത് ഒരു പ്രസംഗം കേട്ട്. കാമുകിനോടുള്ള ഒരു സ്നേഹം ശരിയാണ്, അത് കടുത്ത സ്നേഹമായിരിക്കും, പക്ഷെ അത് കമാ യുഹിബ്ബുല്ല അല്ല ഒരിക്കലും. ഒരാൾ ചില ആളുകളുടെ സ്നേഹം കാമുകിയുടെ വിഷയത്തിൽ ചരിത്രത്തിൽ നമ്മൾ വായിക്കണില്ലേ, ഫലാ തൈ അസ അൻ യഗ്ഫിറ അല്ലാഹു അൻകുമ ഇദാ അൻതുമാ സല്ലൈതുമ ഹൈസു സല്ലതി എന്നാണ്. കാമുകി നിസ്കരിക്കുന്നിടത്ത് നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു പാപം പുറത്തു തരുന്നുള്ളതിൽ നിരാശപ്പെടേണ്ട എന്ന് പറയുന്നത് അത് കാമുകിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു വർത്താനാണ്. അതുകൊണ്ടില്ലേ ഇദൽ ഹുജ്ജാജു ലം യഖിഫു ബിലൈല ഫലസ്തു അറാലി ഹജ്ജിഹിമു തമാമ വതമാമുൽ ഹജ്ജി അൻ തഖിഫൽ മതായ അലാ ലൈല വതുഖ്രിയ സലാമ എന്നാണ്. എന്താ പറയുന്നത്, ഇദാ ലം തഖിഫിൽ ഹജീജു ബിലൈല, ലൈലൻ്റെ അടുത്ത് ഹാജിമാർ ഹജ്ജിന് പോകല്ലേ, അള്ളാഹുവിനെ പ്രതിവെച്ച് പോവുകയാണ്. ആ പോകുമ്പോൾ ലൈലൻ്റെ വീടിൻ്റെ പരിസരത്തിലൂടെ പോകുമ്പോൾ ഇവരവിടെ നിൽക്കുകയും നിന്നിട്ടില്ല എങ്കിൽ ഫലസ്തു അറാലി ഹജ്ജിഹിമു തമാം, അവരുടെ ഹജ്ജ് പൂർണ്ണമാണെന്ന് ഞാൻ വിശ്വസിക്കണില്ല, ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. വതമാമുൽ ഹജ്ജി അൻ തഖിഫൽ മതായ, ഹജ്ജ് സംഘങ്ങൾ പോകുമ്പോൾ അവർ നിൽക്കൽ ഹജ്ജിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. എവിടെ, അലാ ലൈല വതുഖ്രി അസ്സലാം എന്നാണ്. ലൈലൻ്റെ അടുത്ത് നിൽക്കുക, എന്നിട്ട് അവൾക്ക് സലാം പറയാം. അപ്പോൾ ലൈലൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഹാജിമാർ പോകുമ്പോൾ യാത്രാ സംഘങ്ങൾ നിന്നിട്ട് അവൾക്ക് സലാം പറയുക എന്നുള്ളത് ഹജ്ജിൻ്റെ പൂർണ്ണതയാണെന്ന് പറയുന്നത്. ഈ ഖൈസുബിനും മുലവ്വാഹ് പ്രേമം, അതിൻ്റെ പാരമ്യതയിൽ പലരും അതിനാൽ വലിയ പരീക്ഷണത്തിന് ഇരയായിട്ടുണ്ട്. നമ്മൾ ഈ സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ ഒക്കെ കാമത്തിൻ്റെ ഒക്കെ വിഷയത്തിൽ അത് വായിക്കുമ്പോൾ മാനം മുട്ടയെന്നറിയില്ലേ, പക്ഷെ അതൊന്നും ഒരു എത്രയായാലും ഇതൊരു ശിർക്കായിട്ട് വിധിക്കപ്പെട്ടില്ല. ശരിയാണ്, അത് പിരാന്താണ്, അത് നാശമാണ്, മനുഷ്യൻ്റെ ഇഹവും പരവും കെടുത്തുന്ന വിഷയമാണെന്നുള്ളതൊക്കെ നേരാണ്. അല്ലാഹു മുസ്തആൻ. ഏതായാലും ഈ അൽ ഖസായിസുൽ ഇലാഹിയ, അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ, ആരാധ്യതയുടെ പ്രത്യേകതകൾ, അതിൽ സൃഷ്ടാവിനോട് സൃഷ്ടിയെ തശ്ബീഹ് ചെയ്യുമ്പോൾ അതാണ് ശിർക്ക്. അതേപോലെ തന്നെ അൻ യജ്അല ലില്ലാഹി നിദ്ദൻ, അൻ യജ്അൽ ഇൻസാനു ലില്ലാഹി നിദ്ദൻ, അള്ളാഹ്ക്ക് മനുഷ്യൻ സമനെ തുല്യനെ നിശ്ചയിക്കാൻ, അതാണ് ശിർക്ക്. അത് എങ്ങനെ, അതിൻ്റെ ഇനങ്ങളാണ് നമ്മളിവിടെ എഴുതിയത്. ഇവിടെ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം യാ ബുനൈ ലാ തുശ്രിക് ബില്ലാ, മകനെ നീ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യല്ലേ എന്ന് പറയാം. ഇവിടെ തർബിയത്തിൻ്റെ ഒരു വിഷയം, ഈ വിളി യാ ബുനൈ ഹർഫുൻ നിദ, എടാ ഇവിടെ എന്നാ എന്നറിയില്ലേ, ആ എടാപോടല്ല. നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ എത്ര ആയത്തുകളിൽ ഇപ്പോൾ ഈ വിളി ഉണ്ട്, ഇതിൻ്റെ തുടർച്ചയിൽ തന്നെ യാ ബുനൈ എന്ന് പറഞ്ഞിട്ട് ആവർത്തിച്ച് അത് മക്കളുടെ പ്രത്യേകിച്ച് തർബിയത്തിൻ്റെ വിഷയത്തിലൊക്കെ മക്കളിൽ സ്വാധീനിക്കാൻ, മക്കളിൽ സ്വീകാര്യത ഉണ്ടാകാൻ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിളിയെ തന്നെ അവൻ്റെ കലാമാക്കി ഇറക്കി. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം സഹസ്രാബ്ദങ്ങൾക്കപ്പുറം വിളിച്ചതാണ്, പക്ഷെ അള്ളാഹു അവൻ്റെ കലാമാക്കി അതിനെ അവതരിപ്പിച്ചപ്പോൾ അതേപോലെ അവതരിപ്പിച്ചതിൽ വലിയ ഒരു തേട്ടേണ്ടതിൽ എങ്ങനെയായിരിക്കണം മക്കളോടുള്ള പെരുമാറ്റം, വിശിഷ്യ നമ്മൾ അവരെ ഗുണദോഷിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവരിലുള്ള വീഴ്ചകളെ തിരുത്തുമ്പോൾ. ഈ മകൻ ഷിർക്ക് വന്നുപോയ മകനായിരുന്നതാണ്. ആ ഷിർക്കിൽ നിന്ന് ആ മകനെ ഉപദേശിച്ച് വാള് നടത്തിക്കൊണ്ട് വാപ്പ പുറത്തെടുത്തു എന്നുള്ളതാണ് ചരിത്രം. അതെങ്ങനെ സാധ്യമായത് ആ വാപ്പാൻ്റെ മകനോടുള്ള പെരുമാറ്റത്തിൽ. പാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക്. അതിൽ പരീക്ഷിക്കപ്പെട്ട മകനെ വാപ്പ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. പെരുമാറ്റത്തിൽ, പ്രയോഗത്തിൽ ആ മാന്യതയാണ് ഇവിടെ അത് പഠിപ്പിക്കുന്നത്. യാ ബുനൈ ലാ തുശ്രിക് ബില്ലാ, നീ അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത്. നമ്മളെപ്പോഴും മക്കളെ വിലക്കുമ്പോൾ, മക്കളോട് അരുതെന്ന് പറയുമ്പോൾ, മക്കളെ ഗുണദോഷിക്കുമ്പോൾ അത് എന്തുകൊണ്ട്, എൻ്റെ വാപ്പ ഇത് എന്തുകൊണ്ടാണ് എന്നോട് പറയുന്നത്, ആ ഒരു ചോദ്യചിഹ്നം അവിടെ ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരു ചോദ്യം ചിഹ്നം വരുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ അത് ശരിക്കും തർബിയത്തല്ല, സംസ്കരിക്കലല്ല.
അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ലാ തുശ്രിക് ബില്ല ഇന്ന ശിരിക ല ഗുൽമുൻ അബീൻ. അപ്പോൾ അത് എന്തിനാ ഞാനിത് പറയണത്, എന്തിനാ ഞാൻ നിന്നെ അത് വിലക്കണത്? അത് ഇന്ന ശിർക്ക്, കാരണം ഷിർക്ക് എന്നത് ലബുൽമുൻ അബീമുൻ, അബീമായ ബുൽമാണ്. ലബുൽമുൻ എന്ന് മാത്രമല്ല പറഞ്ഞത്, പിന്നെയോ അബീമുൻ. അള്ളാഹു ഇന്ന പ്രയോഗിച്ചു, പിന്നെ ല പ്രയോഗിച്ചു, എന്നിട്ട് പറഞ്ഞു ബുൽമുൻ എന്ന് പറഞ്ഞു, പിന്നെ അബീമുൻ എന്നും പറഞ്ഞു. അപ്പം അതിൽ എന്താ വിഷയം? കാരണം ഷിർക്ക് ലബുൽമുൻ. എന്താ എന്തിനാ ബുൽമ അറിയാം? ബുൽമുൻ വദഉ ശൈ ഫീ ഗൈരി മൗദിഇഹി, അല്ലേ? വദഉ ശൈ, ഒരു സംഗതി വെക്കലാണ്. ഫീ ഗൈരി മൗദിഇഹി, എന്താ ഫീ ഗൈരി മൗദിഇഹി? അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത്, അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത്. ചിലർ പറഞ്ഞത് അത്തസറുഫ് ഫീ മിൽക്കിൽ ഗൈർ, ഫി മിൽക്കിൽ ഗൈർ, അന്യൻ്റെ ഉടമസ്ഥതയിൽ കൈകാര്യകർത്തൃത്വം, അന്യൻ്റേത് അതിലേക്കുള്ള കടന്നുകയറ്റം, കൈകാര്യകർത്തൃത്വം. ബുൽമിന് പല അർത്ഥങ്ങളുണ്ട്. ബലമ യബ്ലിമു, അതാണ് ക്രിയ, ബലമ യബ്ലിമു. പക്ഷെ അതിന് കുറേ അർത്ഥങ്ങളാണ്, പദത്തിന് കുറേ അർത്ഥങ്ങളാണ്. അത് ബുൽമ്, മബുലമത്ത് എന്നൊക്കെ പറയുമ്പോൾ അക്രമം, ബലാമ്, ബൽമ എന്നൊക്കെ പറയുമ്പോൾ എന്താ ബലാമ്? എന്താ ബലാം? ഇതിനാ ബലാം വരെ? ബലാമ്, ഗുലുമാത്ത്, ബൽമാ, ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ അതിന് വന്നാ ബലാമും ഗുലുമാത്തും എന്താ? ബൽമ എന്താ? ഇരുട്ട്, ഇരുട്ട്. ബലാം ഇരുട്ട്, ബുലുമാത്ത്. അതേപോലെ തന്നെ ബൽമ, ഹദീസിൽ കാണാം, ഒരു സഹാബിനെ കുറിച്ച് പറയാണ്, ഉബൈ ബിൻ കഅബ്. ഇനി ഒരു സഹാബി, അയാൾ ലാ ആരിഫു അഹദൻ അബ്അദു മിനൽ മസ്ജിദ് എന്നാണ്. മസ്ജിദ് നബവിയിൽ നിന്ന് ഏറ്റവും ദൂരത്ത് അയാളായിരുന്നു എന്നാണ് താമസിച്ചിരുന്നത്. ലാ ആരിഫു അഹദൻ അബ്അദ മിൻഹു മിനൽ മസ്ജിദ്, മസ്ജിദിൽ നിന്ന് ഏറ്റവും ദൂരത്ത്, മസ്ജിദ് മദീനത്തെ പള്ളിയിൽ നിന്ന് ഏറ്റവും ദൂരത്ത് പേരുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. മസ്ജിദ് നബവിൻ്റെ ദൂരത്ത് നിന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഇന്ന് നമ്മൾ ഖിബലത്തൈൻ പള്ളിയിൽ പോകില്ലേ, ഖിബലത്തൈൻ പള്ളിയിൽ പോകുമ്പോൾ അവിടെയാണ് ബനു സലമ ഉണ്ടായിരുന്നത്, അല്ലേ? പിന്നെ ഉഹുദ് മലൻ്റെ എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഉഹുദ് മലൻ്റെ ചെരു, അവിടെയാണ് ജുവാനിയ പറയുന്നത്, അവിടെയൊക്കെ ഒന്ന് ആൾപ്പാർപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ അതിൻ്റെ ഒക്കെ വിട്ടാണ്. അപ്പോൾ അയാളെക്കുറിച്ച് പറയണേ, മസ്ജിദ് നബവിയിൽ നിന്ന് ഏറ്റവും ദൂരത്ത് പാർക്കണ മനുഷ്യൻ, ലാ തുഖ്തി ഊഹു സലാത്തുൻ മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കൂടെ ഒരു നിസ്കാരവും അയാൾക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല എന്നാണ്. 5 വക്ത് നിസ്കാരങ്ങൾ, ഒരു നിസ്കാരവും ലാ തുഖ്തി ഊഹു എന്നാണ്, അദ്ദേഹത്തിന് നഷ്ടപ്പെടുമായിരുന്നില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞ്, എല്ലാ നിസ്കാരത്തിനും ബിരിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ പറഞ്ഞതാണ്, ലവിഷ്തറൈത ഹിമാറൻ തർക്കബുഹു ഫിദ്ദൽമായി വദ്ദംആഇ. ലവിസ്തറൈത ഹിമാറൻ, നീ ഒരു ഹിമാറിനെ വാങ്ങിയിരുന്നുവെങ്കിൽ, തർക്കബഹു, നിങ്ങൾക്ക് അതിൽ സവാരി ചെയ്യാം, ഫിദ്ദൽമായി. എന്താ ബൽമ എന്ന് പറഞ്ഞാൽ? രാത്രി ഇരുട്ടത്ത്. ഫജറിനൊക്കെ പള്ളിക്ക് വരണമെങ്കിൽ അറ്റത്ത് വരണ്ടേ, അപ്പോൾ ഇരുട്ടത്ത് കൂടി പോരണം. പിന്നെ ദംഅ എന്ന് പറഞ്ഞാൽ എന്താ? ദംഅ എന്താ? ദാഹമാണ്. ദംഅ ഉദ്ദേശിക്കുന്നത് ചൂടാണ്. മദീനത്തെ കാലാവസ്ഥ എന്താ? ഒന്നുകിൽ കൊടിയ ചൂട്, അല്ലെങ്കിൽ കൊടിയ തണുപ്പ്. പിന്നെ മദീനത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത വരണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് മൻ സബറ അല ലഅ്വാഇഹ, മദീനയുടെ ലഅ്വായിൽ ഒരാൾ ക്ഷമിച്ചാൽ, കാരണം മദീനയുടെ കാലാവസ്ഥയുടെ ഈ അവസ്ഥ ചൂടാണെങ്കിൽ വരണ്ടുകൊണ്ടുള്ള ഒരു പ്രയാസത്തിൻ്റെ ചൂടാണ്, തണുപ്പാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഒരു പ്രയാസത്തിൻ്റെ ശൈത്യമാണ്. അതുകൊണ്ട് ലഅ്വ, വല്ലവരും മദീനയുടെ ആ കാലാവസ്ഥയെ ക്ഷമിച്ച് സഹിച്ച് മദീനയിൽ ജീവിച്ചാൽ, ഹത്താ യമൂത്ത്, മരിക്കുന്നത് വരെ, കുൻതു ഷഫീഅൻ ലഹു ഔ ഷഹീദ യൗമൽ ഖിയാമ എന്നാണ്, ഞാൻ അന്ത്യനാളിൽ അയാൾക്ക് ഷഫീഉം ആയിരിക്കും ഷഹീദും ആയിരിക്കും, സാക്ഷിയും ശുപാർശകനായിരിക്കും. റസൂലുള്ളാഹിൻ്റെ ഷഫാഅത്തും റസൂലുള്ളാഹിൻ്റെ ഷഹാദത്തും അവർക്കുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മദീനയുടെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്.
അപ്പോൾ ബൽമയിലും ഇരുട്ടത്തും ചൂടിലും ഈ മനുഷ്യൻ നടന്നാ വരുന്നത് ഇദ്ദേഹം. അപ്പോൾ ആളുകൾ പറയുന്നത് ഒരു കഴുതയെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, കഴുത എന്ന് പറഞ്ഞാൽ യാത്രാമൃഗം അക്രമാക്കുമുള്ള വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ സവാരി ചെയ്ത് വരാം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാണ് മാ യസുറുനി അയ്യക്കൂന മൻസിലി ഖുർബൽ മസ്ജിദ്, എൻ്റെ വീട് മസ്ജിദ് നബവിൻ്റെ അടുത്താകണമെന്ന് പോലും എനിക്കിഷ്ടമല്ല. അപ്പോൾ എന്തുകൊണ്ട്? അദ്ദേഹം പറയാണ് ഇനി ഉരീദു അൻ യുക്തബലി മംശായ മിനൽ മൻസിലി ഇലൽ മസ്ജിദി വഫി റുജൂഇ മിനൽ മസ്ജിദി ഇലൽ മൻസിൽ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് വരുമ്പോഴും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴും എൻ്റെ മംശായ, എൻ്റെ ഈ കാൽവെപ്പുകൾ അതെനിക്ക് നന്മയായി പുണ്യമായി എഴുതണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വീട് അടുത്തു പോകണ്ട, ഞാനൊരു വാഹനം വാങ്ങാനും ഉദ്ദേശിക്കണില്ല, എനിക്ക് ഈ നടത്തത്തിൻ്റെ കൂലി കിട്ടണം വരുമ്പോഴും പോകുമ്പോഴും എന്ന് അദ്ദേഹം പറഞ്ഞു തന്ന. അപ്പോൾ സഹാബികൾക്ക് അത്ഭുതമായി. റസൂലുള്ളാഹിന്റെ ചെന്നിട്ട് ഇത് പറഞ്ഞു, റസൂലെ ഇദ്ദേഹം പറയണത് കേട്ടോ? അപ്പോൾ റസൂലുള്ള പറയാണ് ഖദ് ജമഅ അല്ലാഹു ലഹു ദാലിക കുല്ലഹു, അയാൾക്കത് മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിരിക്കുന്നു. അയാളുടെ ഓരോ കാൽവെപ്പുകൾ വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴുള്ള കാൽവെപ്പുകളും അദ്ദേഹത്തിന് നന്മയായി അള്ളാഹു നൽകിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് പറഞ്ഞു. അവിടെ ബൽമ, നമ്മുടെ വിഷയം അതാണ്. ബൽമ എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ബലാം ദുൽമ, ബുൽമ പല അർത്ഥത്തിന് പ്രയോഗിക്കും. ഈ ബുൽമ, ഈ വ്യക്തി, പർവ്വതം, ഇങ്ങനെ പലതിനും പല അർത്ഥത്തിൽ പ്രയോഗിക്കും. അറബി ഭാഷൻ്റെ ഒരു വൈപുല്യമാണത് അറിയിക്കുന്നത്. അറബി ഭാഷയെക്കുറിച്ച് വായിക്കുമ്പോൾ ഈ നമ്മൾ ഈ പര്യായ പദങ്ങളുണ്ടല്ലോ ഒക്കെ ഒരേപോലെയാണ്, പക്ഷെ ഒക്കെ വ്യത്യസ്ത അർത്ഥത്തിലാണ്. ഇപ്പോൾ ഇവിടെ വലാമ് പറഞ്ഞു, വലാമ് ഇരുട്ടാണ്. ദുലുമാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇരുട്ടുകളാണ്, ബഹുവചനാണ്. ബൽമ എന്ന് പറഞ്ഞാൽ കൂരാക്കൂരി ഇരുട്ട് എന്നാണ്, അല്ലാതെ രണ്ടും ഇരുട്ടല്ല. ഈ പര്യായ പദങ്ങൾ നടണമെങ്കിൽ ഒക്കെ ഒരേ അർത്ഥത്തില്ല. ഇപ്പം സിംഹത്തിന്, ഇപ്പം ഒരിക്കൽ ഖലീഫ ഹാറൂൺ റഷീദ് കവി അബ്ദുൽ മലിക് അൽ അസ്മായിയോട് പറയാണ്, പിന്നെ ഒരു കവിത വിശദീകരിച്ചാണെന്ന്. ആ കവിത ഇങ്ങനെ തിരിയാത്തൊരു കവിതയാണ്, ഗരീബായ അപരിചിതമായ പദങ്ങൾ കൊണ്ട് കോർത്ത ഒരു കവിതയാണ്. അപ്പോൾ അതൊന്ന് വിശദീകരിച്ചു തരാൻ പറഞ്ഞപ്പോൾ അസ്മാവി വളരെ സുന്ദരമായി ഹാറൂൺ റഷീദിനെ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ഹാറൂൺ റഷീദ് അസ്മാവിയോട് പറയാണ്, അസ്മാവി അൽ ഗരീബു ലൈസ ഇൻദക ഗരീബ്, ഈ അപരിചിത പദങ്ങൾ അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അപരിചിതമല്ല, ഒക്കെ സുപരിചിതമാണ്. കാരണം അത്ര ഈസിയിലാണ് അത് വിശദീകരിക്കുന്നത്. അപ്പോൾ അസ്മാവി ഹാറൂൺ റഷീദിനോട് പറയാണ്, കൈഫല അകൂനു മിസ്ലഹു വഅന അഅരിഫു ലിൽ ഹജരി 70 ഇസ്മൻ, ഈ കല്ലിന് 70 പേരുകളുള്ളത് എനിക്കറിയാം. കല്ലുണ്ടല്ലോ നമ്മൾ, ഈ കല്ല് ഹജർ സഹർ എന്നൊക്കെ പറയണേ കല്ല്, അതിന് 70 പേരുകൾ എനിക്കറിയാം, പര്യായങ്ങൾ. അങ്ങനെയുള്ള എനിക്ക് ഗരീബായതൊന്നും എൻ്റെ അളവിലില്ല, ഒക്കെ സുപരിചിതമായതാണെന്ന് പറഞ്ഞു എന്നാണ്. നമ്മളിവിടെ പണ്ട് പറഞ്ഞിട്ട് അബുൽ അല അൽ മാരി, കണ്ണിന് കാഴ്ചോർവായിരുന്നു അബുൽ അല അൽ മാരി. അപ്പോൾ അദ്ദേഹം അന്നത്തെ വലിയ ഭാഷാ പണ്ഡിതനായിരുന്നു. ഷരീഫുർ റദി എന്ന് പറയുന്ന പണ്ഡിതൻ, ഭാഷാ പണ്ഡിതൻ, ഷീച്ച വളരെ മനുഷ്യനാണ്, പക്ഷെ നല്ല ഭാഷാ പണ്ഡിതനായിരുന്നു. അപ്പോൾ അബുൽ അല അൽ മാരി ഈ ഷരീഫുർ റദീൻ്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ, കണ്ണാണാത്ത ആളല്ലേ, ഇങ്ങനെ വരുമ്പോൾ ഒരാൾ ക്ലാസ്സിലിരിക്കണ ഒരാളെ കാലിന് ചവിട്ടിയപ്പോൾ ആ ചങ്ങായി ചവിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു, യാ കെൽബ് എന്ന് പറഞ്ഞു. അക്രമക്കുമ കെൽബ് എന്താ ചവിട്ടി. അബുൽ അല അൽ മാരിയെ പറയാണ്, അദ്ദേഹം അറിയപ്പെട്ട കവിയാണ് അബുൽ അല അൽ മാരി, ഭയങ്കര ദുഷണയാണ്. യാ കെൽബ് എന്ന് പറഞ്ഞു ചവിട്ടിന് കിട്ടിയപ്പോൾ. അപ്പോൾ അബുൽ അല അൽ മാരി പറഞ്ഞു എന്നാണ്, അൽ കെൽബ് ഹുവല്ലദീ ലാ യഅരിഫു ലിൽ ഇസ്മി 70 ഇസ്മൻ, കെൽബ് നായക്ക് 70 പേര് ഉള്ളത് അറിയാത്തവനാണെന്ന് പറഞ്ഞതാണ്. നായ എന്ന് വിളിച്ചപ്പോൾ നായക്ക് 70 പേരുണ്ട് എന്നുള്ളത് അറിയാത്തവനാണ് കെൽബെന്ന് അബുൽ അല അൽ മാരി പറഞ്ഞു എന്നാണ്. അബുൽ അല മാരിക്കറിയാം 70 പേരുകൾ നായക്ക് പര്യായ പദങ്ങൾ അറിയാം, അത് മറ്റവനതറിയില്ല. അപ്പോൾ അതാണ് അങ്ങനെ പ്രതികരിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഇത് ഇമാം സുയൂത്തിക്ക് ഒരു കിതാബുണ്ട്, ജലാലുദ്ദീൻ സുയൂത്തി. അദ്ദേഹം അത്തബറി മിൻ മാറത്തിൽ മാരി എന്നാണ് കിതാബിന് പേരിട്ടത്. അത്തബറി മിൻ മാറത്തിൽ മാരി, എന്താണ് മാരിയുടെ ആ ആക്ഷേപത്തിൽ നിന്നുള്ള മുക്തി, ഒഴിയൽ എന്നാണ്. അതെന്താ, ഈ മാരി ജീവിച്ചു വെച്ചിട്ട് 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, സുയൂത്തി വരുന്നത്. അന്ന് മാരി എന്താ പറഞ്ഞത്, നായക്ക് 70 പേരുണ്ട് എന്നറിയാത്തവനാണ് നായ എന്നാണ്.
അപ്പോൾ സുയൂത്തി എന്ത് ചെയ്ത് ഇന്ന് 70 പേരുകളെ ക്രോഡീകരിച്ചു. ഭാഷാ ഗ്രന്ഥങ്ങളിലും മറ്റൊക്കെ അന്വേഷിച്ചിട്ട് നായിക്ക് 70 പേരുള്ള ഇത് കണ്ടുപിടിച്ചിട്ട് മൂപ്പര് എന്ത് ചെയ്തു, അത് ക്രോഡീകരിച്ച്. എന്തിനാ ക്രോഡീകരിച്ചത്? മാര് പറഞ്ഞ ആ ആളുകൾ ഞാനില്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ സുയൂത്തിക്ക് 70 പേരൊന്നും കിട്ടിയിട്ടില്ല. ഏതായാലും സുയൂത്തി അത് നന്നായി ഭംഗിയിൽ നിർവഹിച്ചു. എന്നിട്ട് പേരിട്ടു അത്തബരി മിൻ മാറത്തിൽ മാരി, മാരിയുടെ ആ ആക്ഷേപത്തിൽ നിന്ന് മുക്തി എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. അവിടെ 70 നായക്ക് 70 പേര് എന്ന് പറഞ്ഞാൽ എല്ലാം നായ ഒരേ അർത്ഥത്തിൽ ഒരു പദം അതേ തേട്ടത്തിലും അർത്ഥത്തിലും അല്ല ആ 70. അങ്ങനെ അതിന് ഒരു ഫായിദല്ല. പിന്നെയോ ഓരോ പേരും അത് ഓരോ പ്രത്യേക ആശയത്തെയാണ് അറിയിക്കുന്നത്. അതാണ് അറബി ഭാഷൻ്റെ വൈപുല്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഫതുഹുൽ ബാരിയിൽ ഈ ഒരു മസല വായിച്ചപ്പോൾ വജദ യജിദു. എന്താ വജദ യജിദു? വജദ യജിദു പറഞ്ഞാൽ എന്താ കറി? വജദ പറഞ്ഞാൽ കണ്ടു, യജിദു കാണുന്നു. വജദ പറഞ്ഞാൽ ഫിഉൽ മാദി പാസ്റ്റ് ടെൻസ്, യജിദു പ്രസൻറ്റ് ഫ്യൂച്ചർ. യജിദു, വജദ യജിദു. പക്ഷേ ഇതിന് മസ്ദർ വരുമ്പോൾ വുജൂദ് എന്ന് പറയും, വിജ്ദാൻ എന്ന് പറയും, വജിദ് എന്ന് പറയും, വുജിദ് എന്ന് പറയും, വജിദ് മൗജിദ എന്ന് പറയും, ജിദത്ത് എന്ന് പറയും. വജദ യജിദു ജിദത്ത്. അപ്പോൾ ഇവിടെ ജിദത്ത് പറഞ്ഞാൽ ഐശ്വര്യം, സമ്പത്ത് എന്നർത്ഥം. വജദ യജിദു വുജിദ് എന്ന് പറയുമ്പോൾ ഇവിടെ ഐശ്വര്യം എന്നർത്ഥം. വുജിദ് എന്ന് പറയുമ്പോൾ മാല്, സ്വത്ത് എന്നാണ് അർത്ഥം. മത്താവ് കൊടുക്കുന്ന വിഷയം പറയണ്ടല്ലോ, മിൻ വുജിദി ഹി എന്ന് പറയില്ലേ, അയാളുടെ സ്വത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല. വജദ യജിദു വജിദ് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹുബിൻ്റെ വിഷയം, പ്രേമം, വജിദ്. വജദ യജിദു മൗജിദ എന്ന് പറയും, ദേഷ്യപ്പെട്ടു. വജദ യജിദു വുജൂദ് എന്ന് പറഞ്ഞെങ്കിൽ കണ്ടെത്തി ഉള്ളൊരു സംഗതിയെ കണ്ടെത്തി. വജദ യജിദു വിജിദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാനലത്തിനെ, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി. വുജൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടിട്ടില്ല, അവിടെ ഉണ്ട്, അത് കണ്ടെത്തുന്നതിനെ വുജൂദ് എന്നറിയാം. വജദ യജിദു വുജൂദ്. വജദ യജിദു വിജിദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടൊരു സംഗതിയെ തെരഞ്ഞു കണ്ടെത്തി. വജദ യജിദു മൗജിദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടു. വജദ യജിദു വജിദ് എന്ന് പറഞ്ഞാൽ പ്രേമിച്ചു, സ്നേഹിച്ചു, സ്നേഹം, പ്രേമം. വജദ യജിദു വുജിദ് എന്ന് പറഞ്ഞാൽ മാല്, സമ്പത്ത്. ഇവിടെ ജിദത്ത് എന്ന് പറഞ്ഞാൽ ഹിന, ഐശ്വര്യം. ഇത് ഒരു ഉദാഹരണം ഫതുഹുൽ ബാരിയിൽ വന്നത് ഞാൻ ഉണർത്തിയതാണ്, വായിച്ചത്. ഏതായാലും ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ അറബി പദങ്ങളുടെ ഒരു പ്രത്യേകത, നമ്മൾ ഈ പര്യായ പദങ്ങളൊക്കെ പലപ്പോഴും ഭാഷ അറിയൽ, വ്യാകരണം അറിയൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലിസാനിൻ അറബിയിൻ മുബീൻ, ലിസാനുൻ അറബി ഭാഷയിലാണ് ഇതിനിറക്കിയത്. ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അജമിയുൻ വഹാദാ ലിസാനുൻ അറബിയുൻ മുബീൻ. ഇത് വ്യക്തമായ സ്ഫുടമായ അറബി ഭാഷയാണ്. അള്ളാഹ് തറപ്പിച്ച് പറയാണ്, ഇന്ന അൻസൽനാഹു കിതാബൻ അറബിയൻ ലിഖൗമി യാഖിലൂൻ. എവിടെ ആയത്ത് വന്നത്? ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലിഖൗമി യാഖിലൂൻ. എവിടെ വന്ന്? ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലിഖൗമി യാഖിലൂൻ. സൂറത്ത് യൂസുഫിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു പോയതാണ്. ഇന്ന അൻസൽനാഹു, ഈ കിതാബിനെ നാം ഇറക്കി, ഖുർആനൻ അറബിയൻ, അറബിയിൽ വായിക്കപ്പെടുന്ന കിതാബ്, ലിഖൗമി യാഖിലൂൻ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയാണ് ഇതിന് തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ട്? അറബി ഭാഷയാണ് വിപുലം, വിശാലം. ഒരാളുടെ അന്തരംഗം, ഉള്ളം മറ്റവരിലേക്ക് പകരാൻ ഏറ്റവും കരണീയമായ ഭാഷ അറബിയാണ്. എന്നിട്ട് ഇബ്നു കസീർ പറയാണ്, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുകളിൽ അഷ്റഫായ കിതാബ് ഖുർആൻ, കിതാബുകളിൽ അഷ്റഫായ കിതാബിനെ ഭാഷകളിൽ അഷ്റഫായ ഭാഷയിൽ, റസൂലുമാരിൽ അഷ്റഫായ റസൂലിന്, മലക്കുകളിൽ അഷ്റഫായ മലക്കിൻ്റെ വാസിത്തയിലൂടെ അഷ്റഫായ മാസത്തിൽ അഷ്റഫായ സ്ഥലത്തിൽ
ഇതിനെ ഇറക്കിയത്. പറഞ്ഞാൽ മനസ്സിലായില്ല. അഷ്റഫായ സ്ഥലം ഏതാ? മക്ക. അഷ്റഫായ മാസം ഏതാ? റമദാൻ അല്ലേ? മലക്കുകളിൽ ഏറ്റവും അഷറഫായവരാരാ? ജിബ്രീൽ. നബിമാരിൽ ഏറ്റവും അഷറഫായവരാരാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാഷകളിൽ ഏറ്റവും അഷറഫായത് അറബി. കിതാബുകളിൽ ഏറ്റവും അഷറഫായത് വിശുദ്ധ ഖുർആൻ. ഇബ്നു കസീർ പറയാണ്, അറബി ഭാഷയുടെ വൈപുല്യവും വിശാലതയും ഒരാളുടെ അന്തരംഗം മറ്റൊരാളിലേക്ക് പകർത്താൻ ഏറ്റവും നല്ലതുമായ ഭാഷ അതാണ് അറബി ഭാഷ. അള്ളാഹു അഷ്റഫായ കിതാബിനെ അഷ്റഫായ ഭാഷയിൽ അഷ്റഫായ റസൂലിന് അഷ്റഫായ മലക്കിൻ്റെ വാസിതയിലൂടെ അഷ്റഫായ മക്കാനിൽ അഷ്റഫായ സമാനിൽ കാലത്ത് അവതരിപ്പിച്ചത് എന്ന് ഇബ്നു കസീർ പറയണം. ആ നിരീക്ഷണം നല്ല ഒരു സുന്ദരമായ നിരീക്ഷണമാണ്. എന്തായാലും ഇവിടെ ആ ഇത് അറബി ഭാഷയിൽ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ അലാ ഖൽബിക് ബിലിസാനിൻ അറബിyin മുബീൻ എന്നൊക്കെ പറയല്ലേ. പിന്നെ അറബി ഭാഷയിൽ, വ്യക്തമായ അറബി ഭാഷയിൽ അങ്ങയുടെ കൽബിലേക്ക് നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക് ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിyin മുബീൻ. സൂറത്തു ശുഅറയിലെ ബിലിസാനിൻ അറബിyin മുബീൻ. അവിടെ എത്ര സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബിലിസാനിൻ അറബിyin മുബീൻ. ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക് അല്ല പറയാണ്. ഇന്നമാ യസ്സർനാഹു, ഈ ഖുർആനെ നാം എളുപ്പമുള്ളതാക്കി. ബിലിസാനിക, ബിലിസാനിക എന്നാൽ നിങ്ങളുടെ നാവിലൂടെ തന്നെ, നിങ്ങളുടെ ഭാഷയിലൂടെ എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയെ എത്ര പ്രാവശ്യം അതിലാണ് ഇത് ഇറങ്ങിയതെന്ന് പറയാണ്. അല്ല പറയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, നാം ഈ ഖുർആനെ ഉത്ബോധനത്തിന് എളുപ്പമാക്കി. ഏത് ഭാഷയിൽ? അറബി ഭാഷയിൽ. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ, ഖുർആനെ പഠിപ്പിച്ചു എന്ന് പറയാണ്. ഏത് ഭാഷയിലാണ് പഠിപ്പിച്ചത്? അറബി ഭാഷയിൽ. പക്ഷേ അറബി ഭാഷയിൽ പലപ്പോഴും ഖുർആൻ്റെ ആളുകളും തമ്മിൽ അറബികൾ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് പറയാൻ വേണ്ടി മത്സരിക്കുക. തയ്യ് ഇന്ന ശിർക ലദുൽമുൻ അദീം, നമുക്കത് പിന്നെ ഷിർക്ക് അത് ലദുൽമുൻ അദീമുൻ, കൊടിയ ദുൽമാകുന്നു, ദുൽമ് തന്നെയാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്ന ശിർക ലദുൽമുൻ. അപ്പം മകനോട് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് മകനോട് കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൻ്റെ തുടർച്ചയിൽ നമുക്ക് ഇന്ന് അത് തന്നെയാണ് വരാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക.